വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നാണ്. നമ്മൾ ചെന്നൈയിലെത്തി. ഇന്നലെ രാത്രി ചെന്നൈയിലെത്തി. ഞാൻ നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ. ഒരു 5:30ക്കാണ് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയത്. വൈഷുവൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ പെൺപിള്ളേരെ കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്ന 5:30 ആയി ഉറങ്ങാൻ പോകാൻ. ഇങ്ങനെ ബോർഡ് ഗെയിംസും കാർഡ് ഗെയിംസും ഒക്കെ കളിച്ചിരുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ എണീറ്റില്ല, ഒരു 10:30 എണീറ്റ് വരുമ്പോൾ ഉണ്ട് നല്ല കിടിലൻ വ്യൂ. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിട്ട് വ്യൂ കാണാൻ പറ്റിയില്ല, പക്ഷെ ഇതാണ് അവൻ്റെ വ്യൂ. നല്ലൊരു ലേക്ക് പോകുന്നുണ്ട് വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ. എന്താ വ്യൂ എന്നറിയോ? ഇവിടെ വന്നിരുന്നാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പീസ് ഓഫ് മൈൻഡ്. എല്ലാം ഒരു കോഫി എടുത്തോണ്ട് അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതും കാണുമ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഭംഗിയുണ്ട്. ഞാൻ കുറച്ചു നേരം ഇവിടെ വന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ടേ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഓൾറെഡി ഉച്ചയായി. എണീറ്റ് വന്നപ്പോൾ തന്നെ ലേറ്റായി. നമ്മൾ ലേറ്റായിട്ട് എണീക്കുമ്പോൾ തന്നെ പകുതി ദിവസം പോണ പോലെ കാര്യമായിട്ടൊന്നും നടക്കില്ല. പക്ഷെ ഇതേപ്പം എന്തായാലും ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്, ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും 5 ചേച്ചി അഖിലേട്ടനും എത്തും. അവരുടെ ട്രെയിൻ ലേറ്റായിട്ട് അവർ സ്റ്റക്കാ. അപ്പോൾ അവരൊരു 3-4 മണിയാകുമ്പോൾ അവരും എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ പാർട്ടി മോഡാണ്. അപ്പോൾ അങ്ങനെ പോവും ഇന്നത്തെ ഒരു ദിവസം. കുറച്ച് വൈകിട്ടാകുമ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ എൻ്റെ പജാമാസിന് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി ഇതിനകത്ത് കയറിയതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നണില്ല, ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഫുഡ് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞു, ഗെയിംസ് ഒക്കെ കളിച്ച് നല്ലൊരു വീക്കെൻഡാണ്. വെരി റിലാക്സിങ് വീക്കെൻഡ്. ലൈക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു വീക്കെൻഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ദിവസം തുടങ്ങാം. ആമ്പിള്ളേർ പുറത്ത് പോയി. വൈഷു നിഖിലും ചേട്ടനും കൂടി പുറത്ത് പോയിരിക്കുകയാണ്. അവരിപ്പോൾ വരും. അപ്പം എല്ലാം നമുക്ക് ഡേ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ വെൽക്കം ബാക്ക്. ഈ ഒരു സീനിലാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് അവസാനിപ്പിച്ചത്. ഈ നെറ്റ് മുമ്പിൽ വരുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊരു ക്ലിയർ വ്യൂ ആണ്, എന്തൊരു ഭംഗിയുള്ള വ്യൂ ആണ് അല്ലേ. വന്ന സമയത്തൊക്കെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയതാണ്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ പെലിക്കൻസ് പോലും യൂഷ്വലി ഗോ ടു ട്രൈ ആൻഡ് സീ ഇവിടെ കൂടെ ഇങ്ങനെ ലൈക് ഫ്ലോട്ട് ചെയ്ത് പോകുന്നൊക്കെ ഫിഷിങ്ങിന് വെച്ചേക്കുവാ. പക്ഷെ എനിക്ക് 2019 തൊട്ട് ഇങ്കിനെ അറിയാം കേട്ടോ. മീറ്റ് ചെയ്തപ്പോൾ തൊട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഞാനും ഇങ്കിയും. ഞാൻ അവളുടെ ബ്രൈറ്റ്സ് മെയ്ഡൊക്കെ ആയിരുന്നു. അവർ പോയപ്പോഴത്തേക്കും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരാൾ ഞാൻ തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഞാനും ഇങ്കിയും വൈകിട്ട് നടക്കാനൊക്കെ പോവും. അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പ് കോൺവെർസേഷൻസിനുള്ള സമയവും ഭയങ്കര തെറപ്യൂട്ടിക് ആയിരുന്നു ആ സെഷൻസ്. അതൊക്കെ മിസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു. അങ്ങനെ കുറേ നേരം ബാൽക്കണിയിൽ നിന്ന് ഉള്ള കൊക്കിനെയും കാക്കകളെയും പക്ഷികളെയൊക്കെ വായി നോക്കിയിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങളെ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ നിന്ന് വരുന്ന എങ്ങോട്ടും ഇറങ്ങാൻ തോന്നില്ല. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ അഹങ്കാരത്തിന് കുറച്ച് അവരവിടെ പുഷപ്സ് എടുത്ത് കളിക്കട്ടെ. ഇത് ഇവിടെ വേറൊരു റൂമെന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ പ്രാന്തമാർക്ക് എന്തിന്റെ വട്ടാണോ എന്തോ. അതിന്റെ നടു പിടിക്കോ? നല്ല കാര്യം ഉണ്ടായതോ മനോ. ഇതിപ്പം എനിക്ക് വേണേൽ ഇങ്ങനെ കളയാം. 6, 7, 8 ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രധാന വിനോദമാണ് ഈ കാർഡ് ഗെയിംസും ബോർഡ് ഗെയിംസും ഒക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാർഡ് ഗെയിംസ് കളിക്കാറ്. എല്ലാവരും കൂടി വന്നു. ഞങ്ങൾ 5s പിന്നെ ഊണോ നോ മേഴ്സി ഒക്കെ കളിച്ചു കേട്ടോ. ആസ് ദ നെയിം സജസ്റ്റ് ഇത് നോ മേഴ്സി ആണ് ഈ ഊണോ ഗെയിം. അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. ബ്രൗണി കാണുന്നുണ്ടല്ലോ അല്ലേ? വൈഷുവിന്റെ പരാക്രമം. കുഞ്ഞോ റോണി ബ്രൗണിന്ന് ആശാനെ. ഞാൻ എന്താ റോണീനെ വിളിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോണിയാണ് ഞങ്ങളുടെ ജിമ്മിലെ ആശാൻ ഞങ്ങളുടെ തീറ്റ കണ്ടിട്ട് ബോധം കെട്ടിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഇതാ കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കാം അല്ലേ.
വെക്കേഷനല്ല ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. വൈഷു നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ലഞ്ച് കഴിഞ്ഞിട്ട് ഡെസേർട്സിന് അജി ചേട്ടൻ ഒരു 5-6 വെറൈറ്റി ഐസ്ക്രീംസ് ഓർഡർ ചെയ്തിട്ടു. നല്ലൊരു കിഡ്ലൻ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഐസ്ക്രീം ഒക്കെ തട്ടിയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. എണീച്ച് വന്നപ്പോഴത്തേക്ക് 5 ചേച്ചി അഖിലേട്ടൻ എത്തിയിട്ടുണ്ട്. അവർ വന്നത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ കിടന്നുറക്കുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രഷനപ്പ് ആയിട്ട് വന്നു. നമ്മളിവിടുത്തെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് വീണ്ടും. എന്താ മഴ പെയ്യാൻ പോകുന്നുണ്ട്? ഒരു രാത്രി ആയതാണോ? എന്താണ് ഇവന്മാർക്ക് ഒരു കള്ളത്തരം? അഖിലേട്ടന്റെ മോൻ കണ്ടറിയാം നല്ലൊരു കള്ളലക്ഷണം ഉണ്ട്. ഞങ്ങൾ അത് കൂടിക്കഴിഞ്ഞാൽ വീട് തിരിച്ചു വെക്കാറാണ് പതിവ്. ഇന്ന് എന്താവോ എന്തോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റില്ല. കാരണം ഈസ്റ്റ് ഫേസിംഗ് ബാൽക്കണിയാണ്. സൺറൈസ് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ സമയത്ത് ഒരിക്കലും എന്തായാലും എണീക്കാൻ വഴിയില്ല. പാർട്ടി ബാൽക്കണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹായ്, ഓൾറെഡി ഓർഡർ എല്ലാരും കഴിച്ചിരിക്കണം. വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മളുടെ പാർട്ടി ബാൽക്കണിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നാട്ടുകാരെയും കൂടി കുറച്ച് ശല്യം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫിംഗർ ഫുഡ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ബാക്കി നമ്മളുടെ പരിപാടികൾ. ഇവിടെ എന്താണ് ഇവന്മാർ കാണിക്കണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഉപദ്രവവും അടിയിടിയായിട്ട്. ഇങ്ങനെയാണോ ആണുങ്ങൾ സ്നേഹം കാണിക്കാന്ന് എനിക്കറിയില്ല കേട്ടോ. പെൺപിള്ളേർ എന്തായാലും സ്നേഹം കാണിക്കുക കുറെ നേരം സംസാരിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇവർക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നാൽ ഇങ്ങനെ തെറിച്ച് നടക്കുകയും വേണം. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കൂടി കഴിഞ്ഞാലും അഖിലേട്ടനാണ് കേട്ടോ മെയിൻ ടാർഗറ്റ്. ഡിന്നർ കഴിഞ്ഞ് ബോയ്സിന്റെ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് സമയം 4:30. പിറ്റേന്ന് രാവിലത്തെ കാഴ്ചകളിലേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോഴും ചെന്നൈയിലാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു ബാൽക്കണിയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ്. നല്ല സുഖം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ലേറ്റ് ആയത് കാരണം ഇന്നൊരു ലേസി മോർണിംഗ് ആയിരുന്നു. ആ ലേസി മോർണിംഗ് കഴിഞ്ഞിട്ട് നമ്മളിതേ ഉച്ചയായപ്പോഴത്തേക്കും ഒരു 3-3:30 ആയപ്പോഴത്തേക്കും നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ന് രാത്രി വരെ പരിപാടിയുണ്ട്. കാരണം രാത്രി 11 o'clock നമുക്ക് ഐമാക്സിൽ എംപുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ. സോ അതിന് പോകണം. അതിന് മുന്നേ നമ്മളൊരു ബീച്ചിൽ പോകുന്നുണ്ട്. കാരണം വൈകിട്ടായല്ലോ, ഉച്ച കഴിഞ്ഞു. അപ്പോൾ സൂര്യനൊക്കെ വെയിലൊക്കെ ഒന്ന് താന്നു. അപ്പോൾ നമുക്കിനി ബീച്ചിൽ പോവാം. എന്നിട്ട് ഒരു ബീച്ചിലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബീച്ചിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് സെൻ മോഡാവും. ഒരു സൺസെറ്റ് കണ്ടിട്ട് സൺസെറ്റായി കണ്ടിട്ട് നമുക്ക് നേരെ ഫിലിമിന് കയറാം. മൂവി കഴിഞ്ഞിട്ട് ഒരു 3 മണിയാവും നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അന്ന് അതൊക്കെയാണ് പരിപാടികൾ. ഇന്നലെയും മിനിയാന്ന് നമ്മൾ വന്നല്ലേ ഉള്ളൂ. ഓഫ് കോഴ്സ് രാത്രി 11:30 വന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ല. ഇന്നലെയും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കാരണം ഇന്നലെ 5 ചേച്ചി അഖിലേട്ടൻ എത്തി. അവർ നേരെ ടയർഡായിരുന്നു. അപ്പം ഇന്നലെയും ഹൗസ് പാർട്ടി ആയിരുന്നു. ഇന്നാണ് നമ്മൾ ചെന്നൈ എത്തിയിട്ട് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം ചെന്നൈ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ ചെന്നൈ സിറ്റിയിൽ വന്നിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ചെന്നൈ ഒരിക്കലും ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്തോ ഇങ്ങനെ ട്രിപ്പിന് പോയപ്പോഴത്തേക്കും ചെന്നൈ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ പ്രോപ്പർ ചെന്നൈയിലേക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഈ സിറ്റി നോക്കാം. അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ് പുറത്തേക്ക്. എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നു, ചിലർ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പം അങ്ങനെയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ? അതായത് കുരുവി, ഇവിടുന്ന് നമ്മളൊരു ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ച് കഴിക്കാൻ വൈകിട്ട് 5 മണിക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിംസ് ആർക്കേഡിലേക്ക്, എസ്കേപ്പ് റൂം, ലേസർ ടാഗ് കളിക്കാൻ, പിന്നെ ഒരു ലേറ്റ് നൈറ്റ് മൂവി. 19th ഫ്ലോറിൽ എന്താ ഈ നമ്പർ? ഇത് മൊത്തത്തിൽ എത്രയാണ് ഈ ബിൽഡിംഗ്? 40? ഈ ഒരു ടവർ 43 ഫ്ലോർസ് ആന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഇവര്. എന്ത് വലുതാ അല്ലേ. കയറി വരുന്നിടത്ത് എനിക്ക് ഈ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വലിയൊരു മിറർ, ഒരു ഔട്ട്ഫിറ്റ് ചെക്കിന് അടിപൊളിയല്ലേ. നമുക്ക് പോയിട്ട് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എംപുരാൻ
ഞാൻ യൂഷ്വലി ഒരു ബീച്ച് പേഴ്സണേ അല്ല, ഞാനൊരു മൗണ്ടൻ പേഴ്സണാണ്. എനിക്ക് മൗണ്ടൻസിൽ പോകാനാണ് ഇഷ്ടം. പക്ഷേ സൺസെറ്റ് അറ്റ് ദ ബീച്ച് ഹെറ്റ്സ് ഡിഫറെൻറ്റ്. എനിക്ക് ആ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് താഴുന്നതും പിന്നെ ആ കാറ്റും ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒരു സെൻ മോഡിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് കേട്ടോ. അത് ഭയങ്കര കാമിങ് തെറപ്യൂട്ടിക് ആണ് ആ ഒരു സംഭവം. ചെറുതായിട്ടൊരു യൂ ടേൺ മിസ് ചെയ്ത് നമ്മളൊന്ന് കടൽ കാഴ്ചകളൊക്കെ കാണാൻ പോയിരുന്നു, ഒരു 2 കിലോമീറ്റർ അപ്പുറം. എന്തായാലും ഇപ്പം ശരിയായ വഴിയിൽ എത്തിയിട്ടുണ്ട്. അഖിലേട്ടൻ ചേട്ടനൊക്കെ അവിടെ എത്തി. അപ്പം നമുക്കും വേഗം പോയിട്ട് നല്ല വിശക്കണോ എല്ലാവർക്കും കഴിക്കാം വല്ലതും. അതാണ് ഫസ്റ്റ് കാര്യം. ഈ ഒരു റെസ്റ്റോറൻറ്റ് കടലിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു ബീച്ച് ഷാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ ബേസിക്സ്. അജിചേട്ടനും എനിക്ക് ഇവിടെ നേരത്തെ വന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അവരുടെ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. താഴെയും മേളിലും സീറ്റിംഗ് ഉണ്ട്, പക്ഷെ നമ്മൾ സീറ്റിംഗ് എടുത്തത് മേളിലാണ്. ബിക്കോസ് അപ്പോഴാണല്ലോ നല്ല വ്യൂ ആയി കണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. കിഡ്ലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവർ പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല, പക്ഷെ കിഡ്ലൻ ആംബിയൻസ്. ബീച്ചിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്, എന്നാൽ ഒത്തിരി തിരക്കാന്ന് പറയാനും പറ്റില്ല. നല്ലൊരു സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. വെയിലില്ല, അതായത് സൺസെറ്റ് കഴിഞ്ഞിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായി സ്കൈ. എനിക്ക് ബീച്ചിലേക്ക് അങ്ങനെ ഇറങ്ങണം തോന്നിയില്ല, ബിക്കോസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു, കാറ്റടിക്കാനുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, അതും നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടുമ്പോൾ ഉള്ള പ്രധാന വിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കഥകൾ പറഞ്ഞ് ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ ഹിസ്റ്ററി ഉണ്ട്. ഞാനും അഞ്ചേച്ചി, അഖിലേട്ടനും, റിങ്കു, നിഖിലൊക്കെ ആയിട്ട് 8 കൊല്ലത്തോളമായിട്ട് ഫ്രണ്ട്സാണ്. വൈഷു അയച്ചേട്ടനും ഗോസ് വേ ബാക്ക്. അവർ 10-12 കൊല്ലമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അതും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോഴത്തേക്കും ഈ കഥകളും ചിരിയും തമാശകളേ സമയമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇരുന്നിരുന്ന് മെല്ലെ കഴിച്ചതേ രാത്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, ഈ പിസ്സയും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെ നല്ലൊരു മീൽ കഴിഞ്ഞിട്ട് വയറും മനസ്സും നിറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളുടെ ഗെയിമിംഗ് സെന്റർ ആണ്. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ ഒരു ആർക്കേഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ലേസർ ടാഗ് ഉണ്ട്, VR ഗെയിമിംഗ് ഉണ്ട്, പിന്നെ ഗ്രേറ്റ് എസ്കേപ്പ് റൂം നഷ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഉദ്ദേശം ഇവിടെ ലേസർ ടാഗ് ആൻഡ് എസ്കേപ്പ് റൂം കളിക്കാനാണ് കേട്ടോ. പിന്നെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ബോളിങ്ങും ചെയ്യണം, അതിനാണ് നമ്മൾ വന്നത്. ഈ എസ്കേപ്പ് റൂം ഗെയിം നമ്മൾ ബാംഗ്ലൂരും കളിച്ചിരുന്നു കേട്ടോ. ബേസിക്കലി നമ്മളൊരു സിനാരിയോയിൽ കൊണ്ടിടും, അവിടുന്ന് ക്ലൂസ് കണ്ടുപിടിച്ച് എസ്കേപ്പ് ചെയ്യുക, അതാണ് ഈ ഗെയിം. അപ്പോൾ പല സിനാരിയോസ് ഉണ്ട്, അത് പല ഗെയിംസ് ആയിട്ടാണ് കളിക്കുക. നല്ല രസമാണ് കേട്ടോ കളിക്കാൻ. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? അഞ്ചേച്ചിക്ക് എന്തോ കുറെ നാളായിട്ടുള്ള ദേഷ്യം ഇപ്പോഴേ കൈ കിട്ടിയതെന്ന്. എന്റെ പൈസ ഇന്ന് ടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ നമ്മൾ കളിക്കുന്നത്. ബേസിക്കലി ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ട് പോയി അവളെ തിരിച്ച് രക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്നതാണ് പ്ലോട്ട്. ഫോൺ വെക്കണം. അപ്പം നമുക്ക് എസ്കേപ്പ് റൂം കളിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ എസ്കേപ്പ് റൂം പെട്ടെന്ന് കഴിഞ്ഞു പോയി. നമുക്ക് ഭയങ്കര ബുദ്ധിയുള്ളതാണെന്ന് മനസ്സിലാവണല്ല. പെട്ടെന്ന് ക്ലൂ ഒക്കെ സോൾവ് ചെയ്ത് അല്ലേ 1 hourന്റെ പരിപാടിക്ക് നമ്മൾ 45 എടുത്തോ. എല്ലാ ഇതിൽ നമ്മൾ 20-25 മിനിറ്റ്സ് നമ്മൾ സോൾവ് ചെയ്തിരുന്നു. എന്തൊരു ബുദ്ധിയാണ്! ഇത്രയും ബുദ്ധിയാണ് നമ്മൾ എന്ത് ചെയ്യും? അഞ്ജുവേച്ചൻ്റെ അപ്പ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. വൈഷു ഇവിടെ കാര്യമായിട്ട് എനിക്കിങ്ങനെ ചൊറിയുണ്ടല്ലോ, എന്താ കാര്യമാവോ? എന്തായാലും അവളുടെ വായിന്ന് കേട്ടോളും, ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് അജിചേട്ടൻ ഒരു പ്രപ്പോസലായിട്ട് വന്നു കേട്ടോ. നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് 2 ലെയിൻസ് എടുത്തിട്ട് വേണം കളിക്കാൻ. ഒരു ലെയിനിൽ കളിച്ചു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുമെന്ന്. സോ നമ്മൾ 2 ടീംസായി സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ബൗളിംഗ് ലൈൻസിൽ ബോൾ ചെയ്യാന്നാണ് പ്ലാൻ ആയത്. അതിനൊരു ബെറ്റും കൊണ്ട് വന്നതാണ്, ആര് ജയിക്കുന്നുണ്ട്. നെക്സ്റ്റ് പരിപാടി ബോളിംഗ്.
ഗൈസ്, നിങ്ങൾ ഇത് കാണണം. അതുവരെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ബോൾ അവിടെ എത്താറായപ്പോഴത്തേക്ക് സൈഡ് വലിഞ്ഞു പോയി. അതെന്താണ്? എനിക്ക് തീരെ പറ്റാത്തൊരു ഗെയിമാണ് കേട്ടോ ഈ ഒരു ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തീരെ പോവാറുമില്ല, കാരണം നാണക്കേടാണ്. ഒരെണ്ണം പോലും അടിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റാറില്ല. വളരെ പ്രൗഡ്ലി ഐ എം സേയിങ്. വൈഷുവും അയച്ചേട്ടനാണെങ്കിൽ ഇതിനകത്ത് അടിപൊളിയാണ് കേട്ടോ. അഞ്ചു ചേച്ചി പിന്നെ പിക്കപ്പ് ചെയ്തു. ആദ്യമൊക്കെ ഇത്തിരി ദുരന്തമായിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ നിലം തൊടിയിച്ചില്ല. തെറ്റിപ്പോയിരുന്നല്ലോ, അവർ ഞങ്ങളെ നിലം തൊടിയിച്ചില്ല. 8 നിലയിൽ പൊട്ടിച്ചു. പക്ഷെ ഇതൊന്നും കണ്ട് തളരാണ്ട് ഞാൻ വീണ്ടും വീണ്ടും പോയിട്ട് ഗട്ടർ ചെയ്തോണ്ടേയിരുന്നു. ₹400 തരാം, ₹400. അതുകൊണ്ട് റിച്ച് ഫെലോസ് അവർ ജയിച്ച് നമ്മൾ ₹400 കൊടുക്കാന്നായിരുന്നു ബെറ്റ്. അത് കൊടുക്കാം. നെക്സ്റ്റ് ലേസ് ടാഗ് കളിക്കാനാണ് കേട്ടോ നമ്മൾ നേരെ പോയത്. മൈ ഏജന്റ് നെയിം ഇസ് ലില്ലിപുട്ട്. ഓ ഗണ്ണോ, ഹായ്. ചിഷ്കിയോ You're all sucks. Get ready for the mission. You're the girl. ചാറ്റർജി ഞങ്ങൾ വരട്ടെ. ഏത് ചാറ്റർജി? ഭയങ്കര സ്ട്രാറ്റജി ഡിസ്കഷനാണ് കേട്ടോ പിറകിൽ സംഭവിക്കുന്നത്. എന്താണ് ഇക്ലിയാക്കി വെടിവെക്ക? ഓക്കെ, അതിന് ഇക്ലി കുട്ടന്മാര് ആരൊക്കെയാണ്? ഓക്കെ, വി ആർ റെഡി സർ. ബോയ്സ് ആൻഡ് ഗേൾസ്, ഗെറ്റ് റെഡി ഫോർ ദ മിഷൻ. ഇതാണ് നമ്മളുടെ സ്ഥലം. എടാ ഇപ്പൊ അടിക്കില്ല, ഞാൻ വീഡിയോ എടുക്കുവാണ്. അവര് വെച്ചടാ. അയ്യോ, ഇനി നടക്കപ്പോരത് യുദ്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പായിരുന്നു എല്ലാരും കൂടി. എന്നെ ആരൊക്കെയോ അടിച്ചിട്ടുണ്ടായിട്ടോ പിറകുന്നും മുമ്പൊന്നും ഒക്കെ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. ഞാനാണെങ്കിലും കിട്ടിയതൊക്കെ തന്നെ എല്ലാരും ഒളിപ്പോരായിരുന്നു എന്റെ മെയിൻ സ്ട്രാറ്റജി. ഒളിഞ്ഞിരുന്ന് വെടിവെക്കുക. നോക്കിയപ്പോ ഒരാളത് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാണ്. ഈ പോസ്റ്റൊക്കെ ഗാഡിയുടെ പോലെ. പുള്ളി അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി അവരെ വെടിവെക്കാം. ഞാൻ ഈ വെള്ളയിലുണ്ട്, എന്നെ ശരിക്കും കാണാൻ ഞാൻ എവിടെ പോയി വിളിച്ചാലും അങ്ങനെ എത്രയാ നമുക്ക്? എനിക്ക് എത്രയാ? ലില്ലിപുട്ടിന് എത്രയാ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാനാണ് ലില്ലിപുട്ട് വളരെ പരാജയമായി തോറ്റ തൊപ്പിയിട്ടിരിക്കുന്നു. എന്തോരം ഞാൻ ചത്തു. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി നമ്മളിത് നമ്മുടെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അടുത്ത പരിപാടി സമയത്തിനായി 10:05 കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇനി PVR പോകണം. നമ്മളുടെ എംപുരാൻ ഇസ് ലോഡിങ്. എംപുരാൻ ഐമാക്സിൽ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഐമാക്സിൽ എംപുരാൻ കാണാൻ പോവാണ്. സമയം 10 മണിയായി. 40 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് പോകേണ്ട മോളിലേക്ക്. അപ്പം നമുക്ക് വേഗം പോവാം. 10:05 എത്ര? 11:05 ഷോ. 11:05 തോന്നുന്നു ഷോ. അപ്പം നമുക്ക് പോയാൽ രാത്രി ആയത് കാരണം അത്ര ട്രാഫിക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു 40 മിനിറ്റ്സിലൊക്കെ ആയപ്പോഴത്തേക്കും മോളിലെത്തി. നമുക്ക് വേഗം പാർക്ക് ചെയ്തിട്ട് പോവാം. കണ്ടിട്ട് ഈ മൂവീസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോഴ്സും ക്ലോസ്ഡ് ആണെന്ന് തോന്നണേ. മോളിലും അധികം ആൾക്കാരില്ല. അപ്പം നമ്മളിതേ മൂവിക്ക് കയറാൻ പോവാണ്. കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. 11:05 ഷോ. 11:04 നമ്മളിതേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് കയറാം. ഷോ മിസ്സാക്കണ്ട. അധികം ആഡ്സ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. സോ ലെറ്റ്സ് ഗോ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന്. ഇതൊക്കെ എംപുരാൻ ഷോന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ക്യൂ മുഴുവൻ. മോളിന്റെ പുറത്ത് മാത്രമേ എംപ്റ്റി ആയിട്ടുണ്ടായുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊക്കെ ഉള്ളിലായിരുന്നു. ആൾക്കാരൊക്കെ എംപുരാൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ തിരക്കിന് വേറൊരു കാരണം ആവാട്ടോ. ഇനി കുറച്ച് നാളും കൂടിയേ എംപുരാൻ കട്ട്സ് ഇല്ലാണ്ട് ഒറിജിനൽ വേർഷൻ പ്ലേ ചെയ്യുള്ളൂ. ചിലപ്പോൾ അതും ആവാം. അപ്പം എന്തായാലും 3 മണിക്ക് നമ്മൾ ഷോ കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണമാണ് കേട്ടോ. ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നാളെ എണീറ്റ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതോടെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.